നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവകൻ വാട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 60-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്. അന്ധകാരം ഈ ഭൂമിയെ മുഴുവൻ മൂടാം, കൂരിരുട്ട് ജനതകൾ ഒന്നാകെ മൂടിക്കളയാം, എന്നാലും ഈ അന്ധകാരത്തിലും ഇരുട്ടിൻ്റെ നടുവിലും ദൈവമായ കർത്താവ് നിൻ്റെ മേൽ മാത്രം ഉദിക്കും, എന്നിട്ടോ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകും. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമായാൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ബൈബിളിൽ വചനമുണ്ട്, അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, നീ നേർച്ചകൾ നേരുക, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിനക്ക് അവസരം തരും. അവർക്ക് പറയാം ഹല്ലേലൂയ. അത് വളരെ സത്യമാണ് സഹോദരങ്ങളെ. ഞാൻ ഓർക്കാണ്ട് ഇവിടെ ഒരു ചേട്ടൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ആ ചേട്ടൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നിട്ട് ആ ചേട്ടൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ് ഇനി ചേട്ടന് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ഒരു 100% റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പല ഡോക്ടേഴ്സിനെ പോയി കണ്ട്, പല സ്ഥലങ്ങളിൽ പോയി കണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്ധകാരം മൂടി, കൂരിരുട്ട് മൂടി, എല്ലാവരും അത് തന്നെ പറഞ്ഞു. പക്ഷേ ഈ ചേട്ടൻ വിശ്വസിച്ചു. ചേട്ടൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ച് ചേട്ടൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ സാക്ഷ്യം നമുക്കൊന്ന് കാണാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സൈമൺ, കോഴിക്കാടൻ ഹൗസ്. ഞാൻ മുംബൈയിലാണ് സ്ഥിരതാമസം. എനിക്ക് 2012 ഈ അസുഖം തുടങ്ങുന്നത്. അസുഖത്തിൻ്റെ ഒരു മൈസ്തീന എന്ന് പറയുന്ന അസുഖമാണ്. ഈ കണ്ണിൻ്റെ മിണ്ട തന്നെ അടഞ്ഞു പോകുന്നതാണ് അസുഖമായിരുന്നത്. അത് 2 കണ്ണിന് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഒരു കണ്ണിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു. മുംബൈയിൽ 1-2 ഡോക്ടറെ ചികിത്സ ചെയ്തു, ബലമുണ്ടായില്ല. നാട്ടിൽ വന്ന് ആയുർവേദം ചെയ്തു, ബലമുണ്ടായില്ല. അപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കും അല്ലേ? കണ്ണിൻ്റെ മിണ്ട അടഞ്ഞു പോകും, തന്നെ അടഞ്ഞു പോകും. ഈ ഡോളിൻ്റെ പോലെ അടഞ്ഞു പോകും. അപ്പോൾ അതിന് ഞരമ്പിൻ്റെ ശക്തി കുറവാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? കണ്ണിനല്ല, അതിന് വേറൊരു. ഓക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ വീണ്ടും ബോംബെയിൽ തിരിച്ചെത്തി. എനിക്ക് കുറവുകൾ ഉണ്ടായിരുന്നില്ല, മെഡിസിൻ ചാലുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞത്, ചേട്ടൻ്റെ അതേപോലെയുള്ള അസുഖം ഇപ്പോൾ അങ്കമാലി ന്യൂറോ സർജൻ്റെ അടുത്ത് പോയിട്ട് മാറിയൊരു ബ്രദർ ചെമ്പൂരുണ്ടെന്ന്. ഞാൻ തിരിച്ചോടി ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് അശോകമേനനെ എന്ന ഡോക്ടറെ കണ്ടു. ആള് ചികിത്സ തുടങ്ങി. കുറച്ച് ഭേദമുണ്ടായെങ്കിലും അധികം എനിക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസമായിരുന്നു. രണ്ടാമതൊരു മെഡിസിൻ എഴുതി. ആ മെഡിസിൻ എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ മെഡിസിൻ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കുറവ് കിട്ടിയെങ്കിലും ആ മെഡിസിൻ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന മരുന്നായിരുന്നു. അതെൻ്റെ കണ്ണിനെ ബാധിച്ചു. എൻ്റെ കണ്ണിന് കാഴ്ച, അവിടെ നീര് വന്ന് കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡോക്ടർ വീണ്ടും ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചെസ്റ്റിൻ്റെ സിറ്റി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സിറ്റി സ്കാൻ ചെയ്തപ്പോൾ അവിടെ ബോണിൻ്റെ ഉള്ളിൽ ഒരു മുഴയുണ്ട്, ഒരു തടിപ്പ്. അവരുടെ ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ തൈമസ് എന്ന് പറയും. അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കുകയാണെങ്കിൽ ചിലപ്പോൾ 80% കുറവ് കിട്ടുമെന്ന് പറഞ്ഞു. എല്ലിന്റെ ഉള്ളിലാണ് മുഴ അല്ലേ? എല്ലിന്റെ ഉള്ളിലാണ് മുഴ. ഗ്യാരണ്ടി ഇല്ല. സർജനെ കണ്ടില്ല. ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു വസ്തു ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഞാൻ തിരിച്ച് വീണ്ടും പോയി. ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാവ് കുഴയാൻ തുടങ്ങി. കൂടുതൽ സംസാരിക്കുമ്പോൾ നാവ് കുഴയാൻ തുടങ്ങി. കൈകാലുകൾക്ക് ബലമില്ലാതാകാൻ തുടങ്ങി. മൊബൈലിലും പ്രാർത്ഥന എത്തിക്കുമ്പോഴും കൂടുതൽ നേരം അടുപ്പിച്ച് സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു തുടങ്ങി. ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് പ്രശ്നമാണല്ലോ, നിങ്ങൾ എന്തെങ്കിലും സർജനെ കാണുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ചെസ്റ്റിൻ്റെ സർജനെ കാണാൻ പോയി. അവിടെ ഒരു സിസ്റ്ററാണ് എനിക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നിരുന്നത്. അവിടെ സർജനെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഇതുള്ളവർക്ക് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താലും അസുഖം മാറുന്നുള്ള ഗ്യാരണ്ടി ഇല്ല, പക്ഷേ ഈ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളിക നിർത്താൻ പറ്റും. അതായത് ഡോക്ടേഴ്സിനെ ആരെ കണ്ടാലും 100% ക്യൂർ ആവുന്നുള്ളത് ഉറപ്പ് തരുന്നില്ല. 80% കുറവ് കിട്ടുമെന്ന് ആളും പറഞ്ഞു. ആള് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, 15 ദിവസത്തിനുള്ളിൽ ചെയ്യാം. 15 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഇവിടെ ചെയ്യുകയാണെങ്കിൽ ബോംബെ ചെയ്യുന്നേക്കാളും പൈസ കുറവാണ് എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് ഒരു 6 മാസം മുന്നേ തുടങ്ങിയതാണ് ഞാൻ സജീവനിൽ ധ്യാനം കൂടണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹം. പക്ഷെ അന്വേഷിച്ച് അറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യണം. 2014 സെപ്റ്റംബർ മാസത്തിൽ ബിനോയച്ചൻ്റെ താമസിച്ചുള്ള ധ്യാനത്തിന് ഞാനും എൻ്റെ മിസ്സിസും ഇവിടെ പങ്കെടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടുവോളം ചോദിച്ചോളെന്ന്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ മിണ്ട വീഴുന്ന അസുഖത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് എൻ്റെ ഈ ഓപ്പറേഷൻ എന്നിൽ നിന്ന് മാറ്റി തരണേന്ന് കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഈ ചേട്ടൻ കരഞ്ഞ് പറയും, എൻ്റെ കർത്താവേ എൻ്റെ ഓപ്പറേഷൻ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞ് കരഞ്ഞ പോലെ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കൈകളും കാലുകളും എല്ലാം തളർന്നു പോകുന്നതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഓരോ ദിവസം ധ്യാനിക്കുമ്പോഴും അച്ഛൻ ആരാധനയ്ക്ക് വെച്ച് ഓരോ അസുഖത്തെ പറ്റി പറയുമ്പോഴും ഞാൻ കാതോർത്ത് നിരുന്നിരുന്നു, എൻ്റെ പേരാകനും പറയുന്നുണ്ടോ, എൻ്റെ അസുഖത്തെ പറ്റിയും പറയുന്നുണ്ടോ എന്ന്. പക്ഷെ പറഞ്ഞില്ല. ഞാൻ ആ ആഴ്ച വിടുന്ന് സന്തോഷമായിട്ട് തന്നെ തിരിച്ചുപോയി. എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഈ ഓപ്പറേഷൻ എന്നിൽ നിന്ന് എടുത്തു മാറ്റി തരുന്നു. അപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്തത് മോനിക്ക ജോസഫ് എന്ന് പറഞ്ഞ ബ്രദറിൻ്റെ അടുത്തായിരുന്നു. ബ്രദർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ ഇത് ഓപ്പറേഷൻ ചെയ്യാവൂ എന്ന് ഒരു മെസ്സേജും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തിരിച്ച് ബോംബെക്ക് പോയി. ആ സൈഡ് എഫക്റ്റുള്ള മരുന്ന് അപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞു, കൂടുതൽ കുഴപ്പമുണ്ടെങ്കിൽ കണ്ണിന് ഐ സ്പെഷ്യലിസ്റ്റ് വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. ഞാൻ എൻ്റെ എല്ലാ വിധത്തിലും കർത്താവിന് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് 3-4 മാസങ്ങൾക്ക് ശേഷം അങ്കമാലി വന്ന് ഞാൻ തന്നെ ഡോക്ടറോട് നിർബന്ധമായി എഴുതി മേടിച്ചു സിറ്റി സ്കാൻ ചെയ്യാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 1-2 പ്രാവശ്യം സിറ്റി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് നല്ലതല്ല, MRI ചെയ്യുക. MRI ചെയ്യുമ്പോൾ ഒരു കാര്യം ഉണ്ടാവുന്നത്, അതിന് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം തോന്നും. ഞാൻ പറഞ്ഞു, സാരമില്ല, MRI. അങ്ങനെ MRIക്ക് എഴുതി മേടിച്ചു. ഞാനും എൻ്റെ അളിയനും കൂടിയാണ് പോയിരുന്നത്. ആ MRI ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ അന്നത്തെ മുഴുവൻ അവിടെ തന്നെ ഇരുന്നു. ആ MRI മേടിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ. ഡോക്ടർ കുറേ നേരം ആ MRI വെച്ച് ഗ്ലാസ്സിൽ നിന്ന് നോക്കേണ്ട സ്ഥലത്ത് വെച്ച് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടാത്ത പോലെ കുറേ നേരം നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ആ മഴ ചുരുങ്ങിപ്പോയിരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല. നോക്ക സഹോദരങ്ങളെ, അതായത് ബോംബെയിലും അങ്കമാലിയും ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പുകളെല്ലാം നടത്തി ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സൈഡ് എഫക്റ്റ് കാഴ്ച പോയി വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ സമയം ധ്യാനം കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എന്നിട്ട് ഒരു പ്രേരണ കിട്ടിയനുസരിച്ച് ചെന്ന് 2ാമത്തെ ടെസ്റ്റ് നിർബന്ധിച്ച ടെസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ആ മുഴ എന്നേക്കുമായി കറുത്ത് എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി കൈയടിച്ച് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം അതേപടി നിറവേറിയ സഹോദരങ്ങളെ. ഇതാ ഞാൻ നിന്റെ മേൽ ഉദിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും, എൻ്റെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാവും. വർഗവർ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വചന ശുശ്രൂഷയും കേൾക്കുമ്പോൾ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കുകയാണ്.
ആ ദാസ സംബന്ധിച്ച് ഒരു ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. സന്ദേശം പറഞ്ഞിട്ടില്ല, തലയൊക്കെ വെച്ച് പ്രാർത്ഥന ഒന്നും ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രകാശം നമ്മുടെ മേൽ ഉദിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് 2 കരങ്ങളും ഉയർത്തി, കർത്താവേ, അവിടുത്തെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കുന്നത് ഞങ്ങൾ കാണാൻ ഇടവരട്ടെ കർത്താവേ. അവിടുത്തെ മഹത്വം ഞങ്ങളിൽ ദൃശ്യമാകാൻ ഇടവരട്ടെ കർത്താവേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഓരോ ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചിരുത്തിയിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും അവർ കർത്താവ് എവിടെയാണെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രകാശം ഇപ്പോൾ ഇവരുടെ മേൽ ഉദിക്കുമാറ് കർത്താവേ, അവിടുന്ന് കരം തുറക്കണമേ, അവിടുന്ന് കരം നീട്ടണമേ, അവിടുന്ന് ഇവരെ നോക്കണമേ. ആരാധന, 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 യേശുവേ, ആരാധന, ആരാധന, ആരാധന. അനേകർക്ക് ദൈവത്തിൻ്റെ പ്രകാശം ദർശിക്കാൻ ഇടവരട്ടെ, അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ, അനേകർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇടവരട്ടെ. ആരാധന, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, സ്വർഗം നിന്നെ അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കുമോ? ഹല്ലേലൂയ. സ്വർഗം നിന്നെ നോക്കി ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്വർഗം നമ്മളെ നോക്കി അത്യുന്നതൻ്റെ പുത്രൻ അഥവാ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കും. ആ വചനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പഠിപ്പെടുത്തുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാഗ്യവാൻ എന്ന പദം ബൈബിളിൽ വരുന്നത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പല സ്ഥലങ്ങളും അങ്ങനെയാണ്. കാരണം അവർ സ്വർഗത്തിന് അർഹരാണ്. ഇവിടെ വചനം പഠിപ്പിക്കുക, എവിടെയൊക്കെ അസമാധാനമുണ്ടോ, എവിടെയൊക്കെ ഭിന്നതയുണ്ടോ, എവിടെയൊക്കെ കലഹമുണ്ടോ, അവിടെയെല്ലാം സമാധാനം സ്ഥാപിക്കാൻ ആര് പരിശ്രമിക്കുന്നവോ അവൻ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള പ്രാർത്ഥന നമുക്കറിയാം. ഫ്രാൻസിസ് പ്രാർത്ഥിക്കുക, എന്നെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ, വിദ്വേഷമുള്ളിടത്ത് കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇന്ന് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ കുടുംബത്തിലുള്ളതുകൊണ്ട് കുടുംബത്തിന് സമാധാനം ഉണ്ടോ? അതോ നിന്റെ സാന്നിധ്യം കുടുംബത്തിന് അസമാധാനം, ഭിന്നത, നരക തുല്യമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാഴ്ചത്തേക്ക് സമാധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നീ ഒരാഴ്ചത്തേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല, ഇനിയുള്ളതെല്ലാം പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടെന്ന് എത്ര പേര് നമ്മളെക്കുറിച്ച് പറയും? എൻ്റെ അസാന്നിധ്യത്തിൽ സമാധാനം ഉണ്ടാകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അത് നീ ഏത് ജീവിതാധിഷ്ഠിതപ്പെട്ട വ്യക്തിയാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൻ്റെ ഒരു വാഹകയെ ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറണം. യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു സ്വർഗത്തിലെ അപ്പസ്വരന്മാരോട് പറഞ്ഞിട്ട് പോകുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ സമാധാനമെന്ന് പറയുന്നത് എടുത്തു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട്, കുർബാനയ്ക്ക് നിലവിൽ സമാധാനം നിങ്ങളോട് കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ സമാധാനം നന്നായിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് യേശുക്രിസ്തുവാണ് സമാധാനം. ഈ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകണം.
ശരിക്കും സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് ബൈബിളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ വചനഭാഗം ഇതാണ്. ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഞാനത് വായിക്കാം. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ, അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പറയാം ഹല്ലേലൂയ. 4 വെർബ് പറഞ്ഞിരിക്കുക. നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത്, പിന്നെയോ നിങ്ങൾ സ്വീകരിച്ചത്, നിങ്ങൾ കേട്ടത്, നിങ്ങൾ കണ്ടത്. അപ്പോസ്തലന്മാർ യേശുവിൽ നിന്ന് പഠിച്ചു, യേശുവിൽ നിന്ന് കേട്ടു, യേശുവിൽ നിന്ന് കണ്ടു, യേശുവിൽ നിന്ന് സ്വീകരിച്ചു. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ പോയിടത്തെല്ലാം സമാധാനം വധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ നീ യേശുവിൽ നിന്ന് പഠിക്കണം, നീ യേശുവിൽ നിന്ന് കേൾക്കണം, നീ യേശുവിൽ നിന്ന് കാണണം, നീ യേശുവിൽ നിന്ന് സ്വീകരിക്കണം. ഇന്ന് യേശുവിനെ അനുഭവിക്കാൻ മാർഗം എന്താണ്? സഭയാണ്. നീ സഭയിൽ നിന്ന് പഠിക്കണം. യേശുവിനെ അനുഭവിക്കാൻ മാർഗം എന്താണ്? കൂദാശകളാണ്. നീ കൂദാശകളിൽ നിന്ന് സ്വീകരിക്കണം. യേശുവിനെ അനുഭവിക്കാൻ മാർഗം എന്താണ്? നീ വചനം സ്വീകരിക്കണം. യേശു വചനമാണ്. അപ്പം നീ വചനത്തിൽ നിന്ന് കേട്ടത്, വചനത്തിൽ നിന്ന് കണ്ടത്, വചനത്തിൽ നിന്ന് സ്വീകരിച്ചത്, വചനം നിന്നെ പഠിപ്പിച്ചത്, സഭ നിന്നെ പഠിപ്പിച്ചത്, സഭയിൽ നിന്ന് കേട്ടത്, സഭയിൽ നിന്ന് സ്വീകരിച്ചത്, സഭയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചത്, കൂദാശകൾ നീ സ്വീകരിച്ചത്, കൂദാശകൾ നീ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവഴി നീ എന്താണ്? നീ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. അങ്ങനെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞാൽ നിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാച് നിൽക്കുകയല്ല, നിൻ്റെ സാന്നിധ്യമുള്ള സമാധാനമുണ്ട്. നീ വന്നു കഴിയുമ്പോൾ സമാധാനമാണ്. നിൻ്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമാണ്. അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതാകും, ഇരുട്ട് മാറും, അന്ധകാരം മാറും. അവർക്ക് പറയാം ഹല്ലേലൂയ. കാരണം ഈ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? വചനം പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. റോമാലേഖനം 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് പിശാച് ഒഴിഞ്ഞു പോവും. ദൈവത്തിൻ്റെ കൃപ അവിടെ വാസിക്കും. അതാണ് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽക്കലൊക്കെ തകർത്ത് കളയും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നീ സഭയിൽ, നീ കൂദാശയിൽ, നീ വചനത്തിൽ വേരൊന്ന് നിൽക്കുമ്പോൾ ഈ സമാധാനത്തിൻ്റെ ദൈവം വസിക്കുകയാണ്. അപ്പം നീ കുടുംബത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ വസിക്കുന്ന ഭിന്നതയുടെ അരൂപി, നീ ഒരു മീറ്റിംഗ് ചെല്ലുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന മർക്കടമുഷിയുടെ അരൂപി, നീ ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള തർക്കത്തിൻ്റെ അരൂപി, എതിർപ്പിൻ്റെ അരൂപി, നിന്റെ സാന്നിധ്യത്താൽ അത് ഞെട്ടിമറിച്ച നിത്യ നരകത്തിൽ നിപതിക്കും. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഈ സമാധാനത്തിന് ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധീകരണം നടക്കും. ഒന്ന്, പിശാചിനെ തകർത്ത് കളയും, വിശുദ്ധീകരണം നടക്കും. അതെവിടെ വായിക്കുന്നത്? അത് വായിക്കുന്നത് 1 തെസ്സലോനിക്ക 5:23 വചനം വായിക്കുന്നത്. 1 തെസ്സലോനിക്ക 5:23 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായി ഇടയാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വഴി സഭയിൽ നിന്ന് ലഭിക്കുന്ന, കൂദാശയിൽ നിന്ന് ലഭിക്കുന്ന ക്രിസ്തു സാന്നിധ്യം വഴി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അതുവഴി സമാധാനത്തിന് ദൈവം നമ്മൾ വിശുദ്ധീകരിക്കും. അങ്ങനെ വിശുദ്ധീകരിച്ചാൽ എൻ്റെ വിശുദ്ധിയുള്ളൊരു വ്യക്തിയുടെ മുമ്പിൽ അശുദ്ധിയുള്ള വ്യക്തിയുടെ അനുതാപം നിറയും. എന്തുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയാവിനെ കാണുമ്പോൾ ആൾക്കാർ പൊട്ടിക്കരയണത്? ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വിശുദ്ധരായ മനുഷ്യരുടെ സാന്നിധ്യത്തിൽ അറിയാതെ അനുതാപത്തിന് കറ, അറിയാതെ വിശുദ്ധീകരണം, അറിയാതെ കണ്ണ് നിറഞ്ഞ അനുഭവങ്ങൾ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമാധാനത്തിന് ദൈവം ഉണ്ടെങ്കിൽ വീണ്ടും അതിനെ പഠിപ്പിക്കാം. എഫേസസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ, സമാധാനത്തിൻ്റെ ദൈവമുണ്ടെങ്കിൽ, സമാധാനം ഉള്ളിൽ വസിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ തമ്മിൽ ആത്മാവിൻ്റെ ഐക്യം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാക്കാരും മക്കളും തമ്മിൽ, ഭാര്യ വീട്ടുകാരും ഭർത്ത വീട്ടുകാരും തമ്മിൽ,
ഒരു ഓഫീസിലെ ഓഫീസറും മറ്റംഗങ്ങളും തമ്മിൽ, ഓരോ ഇടവകയിലെ വികാരിയും ജനവും തമ്മിൽ, കോൺവെന്റിലെ മദറും ബാക്കി സിസ്റ്റേഴ്സും തമ്മിൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ വൈദികരും സിസ്റ്റേഴ്സും അൽമാരും എല്ലാവരും തമ്മിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിൽക്കും. അതിനെന്ത് വേണം? ഈ സമാധാനത്തിൻ്റെ ദൈവം വസിക്കണം. സമാധാനത്തിൻ്റെ ദൈവം വസിച്ചാൽ എന്ത് ചെയ്യണം? കേട്ടത്, കണ്ടത്, സ്വീകരിച്ചത്, പഠിച്ചത് അത് ഹൃദയത്തിൽ വേരുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം നിന്നെ വിളിക്കുന്ന പേരാണ് അത്യുന്നതന്റെ പുത്രൻ, ദൈവപുത്രൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയാണെങ്കിൽ സ്വർഗം നിന്നെ നോക്കി ഒരിക്കലെങ്കിലും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കുമോ? ദൈവപുത്രൻ എന്ന് വിളിക്കുമോ? വേണം സഹോദരങ്ങളെ, നമ്മളെങ്ങനെ വിളിക്കണം? അതിനുവേണ്ടി നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം അങ്ങ് പരിശീലിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം ആത്മശോധന ചെയ്തെന്ന് പ്രാർത്ഥിച്ച്, നിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനമാണോ, അതോ നിൻ്റെ അസാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനമായി തീരുകയാണോ വാസ്തവത്തിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. യേശുവിൽ നിന്ന് കണ്ടത്, യേശുവിൽ നിന്ന് കേട്ടത്, യേശുവിൽ നിന്ന് പഠിച്ചത്, യേശുവിൽ നിന്നുള്ള സ്വീകരിച്ചത്, അതിൽ നീ രൂഢമലമായി സഭയിൽ നിന്ന്, വചനത്തിൽ നിന്ന്, കൂദാശകളിൽ നിന്നും നീ സ്വീകരിച്ചതും കണ്ടതും കേട്ടതും പഠിച്ചതും അതിൽ നീ ഉറച്ചു നിൽക്കണം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ വചനം കേട്ടിരുന്ന ഓരോ ദാസന്മാരുടെ നിന്നും പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളെയും ബന്ധിച്ച് പുറത്താക്കുന്ന ഓ കർത്താവ് ദൈവമേ, തർക്കം, വൈരാഗ്യം, ഭിന്നത, കലകം, വിദ്വേഷം, ശത്രുത, താൻപോരിമ, ഭാവം, വിധേയത്വമില്ലായ്മ, അനുസരണക്കേട്, താന്തോന്യത, മൂഢസ്വഭാവം, വിഷാദം, ദുഃഖം, നിരാശ, എതിർപ്പ്, എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും അന്ധകാര പീഡകളും ഇപ്പോൾ യേശുനാമത്തിൽ ഇപ്പോൾ ഇവരിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബുദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, സമാധാനത്തിൻ്റെ ദൈവമേ, അവിടുന്ന് ഓരോ ദാസന്മാരെ ഹൃദയത്തിലേക്ക് വന്ന് അറിയണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. സമാധാനം സ്വീകരിക്കാതെ സമാധാനം കൊടുക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. കർത്താവെ, അങ്ങനെ സ്വർഗത്തെ പ്രീതിപ്പെടുത്തി സ്വർഗത്തിൽ എത്തിച്ചേരാൻ തക്കവിധം ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ തക്കവിധം ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യം വഴി ഭിന്നതയുണ്ടായ സാഹചര്യങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മനസ്സിൻ്റെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ മൂലം മനസ്സിന് മുറിവേറ്റ ഒരുപാട് മനുഷ്യരുണ്ട്. കർത്താവെ, ഞങ്ങളുടെ പെരുമാറ്റ രീതികൾ മൂലം കണ്ണുനീർ വീഴ്ത്തപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവെ ദൈവമേ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്ഥലം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ നോക്കി അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ തക്കവിധം എത്രയോ സാഹചര്യം ഞങ്ങൾ പാഴാക്കി കളഞ്ഞു. ദൈവമേ, ഓരോന്നും ഞങ്ങൾ അനുദപിക്കുകയാണ്. കർത്താവെ, ഇനി ഉള്ള നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവനെന്ന പൗലോസ്ലീഹയുടെ വചനം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ്, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ദൈവമേ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി എവിടെയൊക്കെ അസമാധാനമുണ്ടോ, എവിടെയൊക്കെ വിദ്വേഷമുണ്ടോ, എവിടെയൊക്കെ തർക്കമുണ്ടോ, അവിടെയെല്ലാം ഞാൻ സമാധാനമായിട്ട് മാറും. അതിനുവേണ്ടി കർത്താവേ, ഈ ആരാധന സമയത്ത് അവിടുന്ന് തന്നെ എന്നിൽ വന്ന് നിറയണമേ. അങ്ങ് എന്നിൽ വന്ന് നിറഞ്ഞാൽ കർത്താവേ, എന്നിൽ രോഗങ്ങൾ മാറും, എന്നിൽ നിന്ന് പിശാച് വിട്ടുപോകും, എന്നിൽ സമാധാനം നിറയും, എന്നിൽ കൃപ നിറയും. ഞാൻ ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പകലിൽ ഉയർത്തിപ്പിടിച്ച് യേശുവേ, യേശുവേ, കർത്താവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധത്വമേ ഉറക്കം വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, കരങ്ങൾ ഉയർത്തി യേശുവെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ പ്രവാഹം ഉണ്ടാകട്ടെ. ദൈവസ്നേഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ശാന്തത നിറയട്ടെ, കൃപ നിറയട്ടെ, വചനം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ. കർത്താവായ ദൈവമേ, ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പൈശാചികളും വിട്ടുപോട്ടെ, ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോട്ടെ, തടസ്സങ്ങൾ കെട്ടുകൾ വിട്ടുമാറട്ടെ. വലിയ കൃപയുടെ അഭിഷേകം നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ.